ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചു ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമേ തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ സൺഡേരത്തെ വീഡിയോ ആരും കണ്ടില്ല നല്ല കുറച്ച് പേരൊക്കെ കണ്ടു. പിന്നെന്താ, ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ സൺഡേ വീഡിയോ ഇട്ടാണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആൻറ്റി ഉണ്ട്. ആ ആൻറ്റിയുടെ ഹസ്ബൻഡ് ഡോക്ടറാണ്. വർഷങ്ങൾക്ക് മുമ്പിട്ട് ഞങ്ങളുടെ അഞ്ചലിൽ ഞങ്ങളുടെ മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറയും. ഇപ്പോൾ അത് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് അവിടെ ഈ നേഴ്സിംഗ് ഉണ്ടായിരുന്നു. അന്നൊക്കെ ഈ BSc നേഴ്സ്, ജനറൽ നേഴ്സ് ഒന്നും അങ്ങനെ സ്കൂളായിട്ടില്ലായിരുന്നു. ഇപ്പം അവിടെ ജനറൽ നേഴ്സും BSc നേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അന്ന് പണ്ട് ഡോക്ടർ അവിടുത്തെ ഓർത്തോ ഡോക്ടറായിരുന്നു. അപ്പോൾ അവർ പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വേറെ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പം അഞ്ചലത്തെ ഇത് പറയുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ആ ആൻറ്റിക്ക് ഭയങ്കര ഇതാണ്. കാരണം അവിടെ കുറേ നാൾ താമസിച്ചല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, മോളെ നാട്ടിൽ പോകുമ്പോൾ അഞ്ചലത്തെ ടൗണൊക്കെ കാണിക്കണേന്ന്. കാരണം എത്രയൊക്കെയാണെങ്കിലും നമ്മൾ പണ്ട് താമസിച്ചെടുത്ത് അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ പോവുകയാണെങ്കിൽ കാണിക്കാം. അതുപോലെ ഒരു സബ്സ്ക്രൈബറുണ്ട് അവിടെ, നേഴ്സിംഗ് പഠിച്ച ഒരു സബ്സ്ക്രൈബറും എനിക്കുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഓട്ടോയിൽ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ എന്ന് പറയുന്നത് ഇവിടുത്തെ കൂട്ടല്ല. ഇവിടെയൊക്കെ നമുക്ക് ഓലയൊക്കെ പിടിക്കുകയാണെങ്കിൽ മീറ്റർ ചാർജ് നോക്കാം. അവിടെ മീറ്ററൊന്നുമില്ല, തോന്നുന്ന വലിയ ആൾക്കാരെടുക്കുന്നത് അവിടുത്തെ ഡ്രൈവർമാരും. മീറ്റർ ചിലതൊക്കെ കാണുമായിരിക്കാം, ചിലയിടത്തൊക്കെ. നമ്മുടെ അവിടെയൊക്കെ അവരൊരു റേറ്റ് വെച്ചിട്ടുണ്ട്. അതാ. അപ്പം എല്ലാവരും ചോദിക്കും, നാട്ടിൽ എണ്ണി ഇരിക്കുവാണോ ദിവസം. സത്യം, ഓരോ ദിവസവും എണ്ണി ഇരിക്കുന്നു. പിന്നെ പ്രീസമോൻ്റെ ഇന്നും ഉണ്ട് എക്സാം, സെക്കൻഡ് ടൈം എക്സാം കഴിഞ്ഞു. പക്ഷേ ഞാൻ ചിന്തിച്ച് എന്നാൽ നാളെ ഒരു ദിവസം അവർക്ക് അവധി കൊടുക്കുന്നു. അവധിയൊന്നുമില്ല, സ്കൂളുണ്ട് നാളെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഓക്കെ. പിന്നെ നമ്മുടെ ജോമക്കുട്ടി പറഞ്ഞായിരുന്നു, ആ കേരള സ്റ്റോർ കാണിച്ചോണ്ടേ അവിടെ കാച്ചിലും ചേമ്പും കൂർക്കയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാം അവിടെ കിട്ടുമല്ലോ എന്ന്. എല്ലാം ഉണ്ട്, പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം കൊതിക്ക് ചേമ്പ് വാങ്ങിച്ചിട്ട് വേവുന്ന ചേമ്പല്ലായിരുന്നു. എല്ലാം ഉണ്ട് സാധനങ്ങൾ. കൂർക്ക ഇവിടെ അങ്ങനെ ആർക്കും, എനിക്കിഷ്ടമാണ്, പക്ഷേ ഇവർക്കൊന്നും ആർക്കും അങ്ങനെ താല്പര്യം. ഞാൻ റേച്ചാനോട് അവിടെ ചോദിച്ച് കൂർക്ക വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന്. അപ്പോൾ ചേമ്പിൻ്റെ കാര്യം അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാച്ചിലും വാങ്ങിക്കാൻ. അതൊക്കെ ഉണ്ട്, നല്ല വിലയുമാ. പക്ഷേ അന്ന് ഞാൻ വാങ്ങിച്ചോണ്ടേ വേവാതെ എന്നിട്ട് കിശ് ഒരു സൈസ് ടൈപ്പ് ഉണ്ടല്ലോ, നമ്മൾ പറയത്തില്ലേ വെള്ളം ചെന്നി എന്തോ ഒരു പേര് പറയും, അങ്ങനെയുള്ള ചേമ്പായിരുന്നു. ബൈ ചാൻസ് കിട്ടുമായിരിക്കും. അന്ന് ഞാൻ ഇനി വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിക്കാൻ പോയില്ല, അന്യായ വിലയും കൊടുത്ത് വാങ്ങിച്ചിട്ട്. ഇവിടെ ചേമ്പ് ഞാൻ ഈ കപ്പയങ്ങനെ വാങ്ങിക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഇട്ടൊന്ന് പുഴുങ്ങി തിന്നാനുള്ള കൊതി കൊണ്ട് ഞാനങ്ങ് അന്ന് 1/4 കിലോയെ വാങ്ങിച്ചുള്ളൂ. എങ്ങനെയാണെന്ന് അറിയാനേ. അപ്പോൾ അവിടെ ഇല ഇരിപ്പുണ്ടായിരുന്നു. ഒരില 15 രൂപ. പക്ഷേ നോക്കിയുണ്ടേ ഒരു പൊതിക്കും പറ്റത്തില്ല. ഒരില കുഞ്ഞി നാമ്പലയുണ്ടല്ലേ, ഒരു വീതിയില്ല, ഒന്നുമില്ല. മിക്കതും അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉടനെ അങ്ങ് കീറുന്ന ടൈപ്പിലുള്ള ഇതും. ഒരു ഇലയുടെ ഉണ്ടാക്കാനാണെങ്കിൽ ഒരിലയ്ക്കകത്ത് ഒരു 2 3 ഇലയുടെ കട്ട് ചെയ്യാനേ കാണും. കാരണം നീളമുണ്ട്, വീതിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ചില സമയത്ത് അവിടെ ഇങ്ങനെ ഇല വരും. ഏത്തക്ക ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം 100 ആയിരുന്നു, ഇപ്പം 110 ആയി. ഓക്കെ. അപ്പം ഇന്ന് രാവിലെ എന്തോ പറ്റിയെന്നോ, ഇന്നലെ സൺഡേ റീച്ചാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോയ റീച്ചാൻ്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഈ കുൽച്ച എന്ന് പറയുന്നത് റെഡിമെയ്ഡ്, നമ്മൾ ഈ പൊറോട്ടയൊക്കെ മലബാർ ഇതിൻ്റെ പൊറോട്ട കിട്ടുമ്പോൾ നമ്മൾ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ഇതും. അതുപോലെ നമ്മൾ നെയ്യിലോ ബട്ടറിലോ എങ്ങാണോ ഉണ്ടാക്കണം. അപ്പോൾ റീച്ചാനും ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ അത് എല്ലാവർക്കും തികഞ്ഞില്ല. അതുണ്ടാക്കി അവർക്കൊക്കെ കൊടുത്ത്. പിന്നെ ഇച്ചിരി മാവ് ഇരിപ്പുണ്ടായിരുന്നു പൂരിയുടെ. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ അതങ്ങ് വേറെ കൂട്ടാനൊന്നുമില്ല. അവർക്കത് കൊടുത്തു. അവർ സോസൊക്കെ കൂട്ടി കഴിച്ചു. പ്രൈസനാണെങ്കിൽ 2 തിന്നു. അവനത് ഇഷ്ടമായി. അപ്പം ഞാനത് തികയാത്തതുകൊണ്ട് പിന്നെ ആ മാവെടുത്ത് പൂരി ഉണ്ടാക്കാമെന്ന് വെച്ച്. അങ്ങനെ പൂരി ഉണ്ടാക്കി. അങ്ങനെ റീച്ചാനൊരു, ഞാൻ പറയുകയും ചെയ്തു, വെറുതെ എന്തിനാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത്, അന്യായ പൈസയും കൊടുത്തിട്ട്. എന്നാൽ എല്ലാവർക്കും ഒട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നോ അതും ഇല്ല. ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഞാനത് കണ്ടത്.
അപ്പോൾ ഞാൻ പൂരി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇന്നലെ ഇങ്ങനെ മാവ് ഇങ്ങനെ കുഴച്ച് വെച്ചതായതുകൊണ്ട് ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു, ആയതുകൊണ്ട് നന്നായിട്ട് പൊങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഇന്ന് പിന്നെ ഇതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ മാവില്ലായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും പോകത്തില്ലായിരുന്നു. എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാനായിട്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു താനും. രാവിലത്തേക്ക് എങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പാക്കിങ് ഇന്നലെ രാത്രി ചെയ്തു. പാക്കിങ് കഴിച്ചാൽ പിന്നെ ഫോമൊക്കെ ഫില്ല് ചെയ്യണമായിരുന്നു. റേസിന് ഇനിയിപ്പോൾ പോകണം, എല്ലൊക്കെ ചെയ്യുക. ഫോമുകളൊക്കെ നമ്മുടെ ലോക്കലിന് ഫോം വേണ്ട, അല്ലാതെ വെളിയിലോട്ടുള്ളതിന് ഫോം വേണം. പാത്രങ്ങൾ കഴുകാനുണ്ട് എല്ലാം. യെസ് ബോയ്, പഠിക്കുമെന്നോ? എന്തിയടാ? എന്തെടുക്കുവാ? പേനയുണ്ടോ? പേനയുണ്ടോ? എത്ര ഉണ്ട് നോക്ക്. എടുക്കടാ പേന പുതിയത്. അപ്പം ഡാഡി ഇന്നാളി 26 എൻഗേജ്മെൻറ്റ് ഞങ്ങളുടെ ചർച്ചിൽ കഴിഞ്ഞില്ലേ, ആ മോളുടെ കല്യാണം ഇന്നായിരുന്നു. അപ്പം ഡാഡി അത് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ സാവകാശം കാണാമെന്ന് വെച്ച് ഇവനെ ഇന്ന് ഒതുക്കി വെക്കണം. അവന് പേനയുണ്ടോ എന്ന് വെച്ചാൽ അവന് ഒരു പേനയേ ഉള്ളെന്ന്. അത് നമ്മൾ പിന്നെ ഞാൻ പുറകെ പറഞ്ഞ് പേന എടുത്ത് വെക്കടാന്ന് 2-3 എണ്ണം. അപ്പം ഞാൻ ഇവിടെ പൈസ എല്ലാം എടുത്ത് വെച്ചേക്കുക. കൊറിയറുകാരൻ ഒരു 3-3:30 ആയിട്ടേ വരത്തുള്ളൂ. 2 എണ്ണം എടുത്ത് വെക്ക്. പെൻസിൽ ബോക്സ് തുറന്ന്. സ്കെയിലുണ്ടോ ഇത്? എന്തിനാ വെറുതെ ഈ പേപ്പർ വെച്ചേക്കുന്നേ? പെൻസില് പാടൊക്കെ എടുത്ത് വെക്കേ. ബാഗ് ഇടുന്നു. പ്രൈസ് ഒരുങ്ങാൻ നോക്ക്. അവിടെ ഇപ്പം എന്തോ ചെയ്തോണ്ടിരിക്കുക? ഇപ്പം കച്ചട പോയോന്ന് നോക്കട്ടെ. ഇപ്പം നോക്കിയാണെങ്കിൽ കച്ചട പോയി. ബക്കറ്റ് അവിടെ ഇരിപ്പണേ. ഇനി ബക്കറ്റ് എടുത്തോണ്ട് വന്നു. ഒരെണ്ണത്തിൽ ഡ്രൈയും ഒരെണ്ണത്തിൽ ഗില്ലായും, മീൻസ് ഇങ്ങനെ നനഞ്ഞ ഇതുമായി ഇടുന്നത്. അപ്പോൾ ആ നനവുള്ളതിൻ്റെ അകത്ത് ബാഗ് ഇടണം. എന്താ കയറ്റി ഇടില്ല? ആ പാൻറ് കയറ്റി ഇടി. ജാക്കറ്റ് വേണ്ട, ഞാൻ എടുത്തു തരാം. പോളിൻ്റെ കൊടു. അത് എഴുതി വെക്കണം നീ ഇന്ന്. മത്തങ്ങയും പയറൂടെ കറി ഉണ്ടാക്കാനായിട്ട് വെച്ചായിരുന്നു. എന്നിട്ട് ഞാൻ അരപ്പൊക്കെ അരച്ചു. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അവിടെ. പോളിന് ഇപ്പോൾ ഒരു 2 മണിയാകുമ്പം കോളേജിൽ പോകണം, പ്രാക്ടിക്കലാണ്. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് കറിയുണ്ട്. അതുകൊണ്ട് എനിക്ക് സാവകാശം ഇതൊക്കെ
മീൻസ് സാവകാശമൊന്നല്ല, ഇപ്പം എല്ലാം ഇപ്പം ഒരു 12 മണിയൊക്കെ ആയി. കറിയായി, തോരന് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി കാബേജ് ഇപ്പോൾ രാവിലെ അരിഞ്ഞത്. അതൊക്കെ തലേന്നേ അരിഞ്ഞ് വെച്ചാൽ നമുക്കതാ ജോലി പെട്ടെന്ന് കുറഞ്ഞ് കിട്ടും. അത് കഴിഞ്ഞ് മീൻ ഇന്നലെ റീച്ചാൻ ഞാൻ പറഞ്ഞ് മലയാളിക്കടയിൽ നിന്ന് ഞങ്ങൾ കപ്പ വാങ്ങിച്ചില്ല. അപ്പോൾ ഞാൻ പറയും മീനില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് ഈ കേരയാണ് ഇഷ്ടം. അപ്പോൾ അതൊന്ന് നോക്കണേന്ന് പറഞ്ഞോണ്ടേ അവിടെ ചെന്ന് നോക്കിയപ്പം എൻ്റെ അടുത്ത് അവിടുന്ന് ഫോൺ ചെയ്ത് ഡിമാർട്ടിൽ നിന്ന് വെച്ച സാധനവും വേണമായിരുന്നു. അപ്പം ഡിമാർട്ടിൽ നിന്ന് വന്ന വഴിക്ക് ആ വഴിയാണ് അവിടെ ആൻറ്റിമാരിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കേരച്ചൂരയുണ്ട്. കേരയാണെന്നറിയത്തില്ല, ചൂരയെന്ന് എന്നോട് പറഞ്ഞുള്ളൂ. ഒരു കൈവലിപ്പത്തിലുള്ളയാ. വാട്സപ്പിൽ എനിക്ക് വീഡിയോ കോൾ ചെയ്ത്. അപ്പോൾ ഒരു 2 എണ്ണം 300 രൂപ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ 5 എണ്ണം എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാർ തന്നെ അവിടുന്ന് കവറൊക്കെ കൊടുത്ത് എന്തുവാന്നേലും റേച്ചാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന്. പക്ഷേ നല്ല പിന്നെ അങ്ങനെ പഴുക്കാത്ത മീനായിരുന്നു. ഞാനത് ഒരെണ്ണം അപ്പം നാളെ എടുക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നാളെ എനിക്ക് ഒഴിച്ച് കപ്പയൊക്കെ വേവിക്കണമെന്നുണ്ട്. ഇന്നങ്ങ് ഈ പയറുകറി, മത്തങ്ങയും പയറും കൂടെ വെച്ചോണ്ടേ പോളിന് കോമ്പിനേഷൻ മീൻകറിയുടെ കൂടെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. പിന്നെ കാബേജ് തോരനും അല്ലേ, അപ്പോൾ അത് അരിഞ്ഞ് വെച്ചാൽ അത് രണ്ടും ആകുമ്പം ഇതൊരിച്ചിരി ചുമന്ന കറിയും കൂടി ഇരിക്കുമ്പോൾ ഒരു എരിവ് കറിയും കൂടെ ഉണ്ടെങ്കിൽ നാളെ എനിക്ക് വീണ്ടും കറി എടുത്തേ ഒക്കത്തുള്ളൂ. പക്ഷേ ഇത് നല്ല മീനായിരുന്നു. ഇച്ചിരി നേരമായി ഞാനെടുത്ത് വെളിയിൽ വെച്ചിട്ടേ, അതുകൊണ്ട് എനിക്കിത്തിരി വെട്ടാൻ ഒരിത്തിരി ഇതായി. ഇങ്ങനെ ഓരോ കാര്യം ഞാൻ പറഞ്ഞില്ല, പാക്കിങ് അത് എഴുതാനും അതിനൊക്കെ പോയി, അതിൻ്റെ പുറകെ പോയി സമയം. പ്രൈസമോൻ്റെ പുറകെ കുറേ നടന്ന് ഇങ്ങനെ. റീച്ചാൻ ഇവിടെ ഉണ്ടെങ്കിൽ റീച്ചാൻ രാവിലെ ഇന്നങ്ങ് പോയി, അല്ലെങ്കിൽ അവൻ്റെ കാര്യം അങ്ങ് നോക്കുമായിരുന്നു. അവന് ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവിടെ കൊടുത്തിട്ടും ഒരുങ്ങടാന്ന് പറഞ്ഞാൽ അവൻ അവിടെ പാട്ടും പാടി നിൽക്കും. അപ്പം മീനെല്ലാം വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. കേര ആയതുകൊണ്ട് വൈകിട്ട് റീച്ചാനെ ഒന്ന് തീറ്റിക്കാൻ നോക്കണം. അപ്പോൾ അത് വെള്ളം വാലാൻ ഞാൻ അവിടെ ഇങ്ങനെ കണ്ണക്കപ്പയിൽ വെച്ചേക്കുക. കറി വെച്ചിട്ട് നല്ല വെളുത്ത മീനാണെങ്കിൽ ആൾക്ക് ഇഷ്ടമാണ്. മീനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിക്കട്ടെ. ഇഞ്ചി അരിയുക. അപ്പം പോൾമോനും ഡാഡിക്കുള്ളത് ചിക്കൻ കറി ഇന്നൂടെ ഉണ്ടായിരുന്നു. പ്രൈസമോനുള്ള ഇച്ചിരി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ചപ്പാത്തി കൊടുത്തു. പോളിപ്പോൾ പോകും കോളേജിൽ, വൈകിട്ടേ വരത്തുള്ളൂ. ഇപ്പോൾ കൊച്ച് 4:30 കഴിയുമ്പോൾ 4:45 5 മണിയാകുമ്പോഴത്തേനും വരും. അവനെ വിളിക്കാൻ പോകണം. ഇപ്പോൾ പരിപ്പ് തിളപ്പിച്ച് വെച്ചു. പരിപ്പിന് ഇനി ഇച്ചിരി പോകാക്കെ കടുകൂടെ വറുത്ത് ചേർക്കണം. പിന്നെ കാബേജും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കാബേജ് തോരനും. ഓക്കെ, വെയിൽ ഇങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് മങ്ങിയിരിക്കുക. റേച്ചാൻ ഇന്നലെ നല്ല ഫ്രഷ് കുഞ്ഞിലയുള്ള കറിവേപ്പില കൊണ്ടുവന്ന്. നല്ല മണമാണ് ഈ കുഞ്ഞ് കറിവേപ്പിലയ്ക്കാണ് നല്ല മണം. അപ്പോൾ അതൊക്കെ ഒരു മീൻ കറിക്കകത്ത് ഇടുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു മണമാണ്. അപ്പം വെളുത്തുള്ളി ഞാൻ ഇന്നലെ ഞങ്ങൾ വന്ന വഴിക്ക് ഈ സാധാരണ റോഡിൽ വണ്ടിക്കാർ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒരു ഇച്ചിരി വില കുറവാണ് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കായി. അപ്പം കടയിൽ 80 രൂപയായിരുന്നു. ഇങ്ങാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങാരോട് 90 രൂപയാണ്. ഈ ചട്ടിയൊക്കെ എത്ര വർഷമായെന്നറിയാമോ? ഇനി എനിക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ ചട്ടി കൊണ്ടുവരണം. ഇത് എപ്പോഴാണ് പൊട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്നോട് ഇന്നാളെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്ന ആ തവയുണ്ടല്ലേ അതെവിടുന്ന് വാങ്ങിച്ചാന്ന്. അതെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ, എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോഴേ ഉള്ളതാണ് അവളത്. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 19 വർഷമായി. അതിന് മുമ്പിട്ടേ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഒരിടയ്ക്ക് ഞാനത് വേണ്ടാന്നും പറഞ്ഞ് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ വീണ്ടും അതിൻ്റെ അകത്ത് ദോശ ഉണ്ടാക്കിയ ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. അപ്പോൾ അത് വീണ്ടും ഞാനത് കഴുകി എടുത്തതാണ്. അതൊന്നും ഇപ്പം പഴയ സാധനങ്ങളുടെ കൂട്ടിപ്പം ഒന്നും കിട്ടത്തില്ല. പഴയതൊക്കെ ആണെങ്കിൽ എത്ര വർഷമായാലും അത് പന്നലാവത്തില്ല. അപ്പം ഞാൻ മീനെല്ലാം പറക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് ഈ ചൂരയുടെ തല ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഈ ചട്ടിയും കൊണ്ടൊക്കെ ആൾക്കാർ വരുമായിരുന്നു, ചട്ടിയും കലം കൊണ്ടൊക്കെ. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അതുപോലെ ഈ തമിഴ്നാട്ടിലെ ഈ അണ്ണാച്ചിമാരെന്ന് പറയാം, അവർ ഈ പേപ്പറും അതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവല് കപ്പലണ്ടി ഇതൊക്കെ തരുമായിരുന്നു. ഇപ്പം അവരെയൊന്നും കാണാനേ ഇല്ല. ഇപ്പം ഇങ്ങനെയുള്ളവരൊന്നും നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ലല്ലോ, കാലം അതുപോലല്ലേ. മീൻ അടപ്പത്ത് വെച്ച് ഇപ്പം ഞാൻ ഈ പരിപ്പ് ഓഫാക്കിയിട്ട് കുറച്ച് നേരമായി. അപ്പം നമ്മുടെ പരിപ്പ് ഇപ്പോൾ ഇച്ചിരി നന്നായിട്ട് കുറുകിയിരിപ്പുണ്ട്. അതിലിനി കടുക് വറുത്ത് ചേർക്കട്ടെ.
കടുക് വറുത്തണ പേരിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തതേ ഉള്ളൂ. കാബേജിന് തിരുമ്മി വെച്ചതിൽ നിന്ന് ഒരു ഇച്ചിരി എടുത്തതാണ്. ഇതിനൊക്കെ ഒരു നല്ല കുറച്ച് അരമുറി തേങ്ങ ചേർത്താൽ നല്ല രുചിയാണ്. ഇച്ചിരി കടുക്, ഉള്ളി, കറിവേപ്പില, ഇച്ചിരി തേങ്ങ 2 ടേബിൾ സ്പൂൺ. അപ്പോൾ മീൻകറിയൊക്കെ അടപ്പത്തിരിപ്പുണ്ടല്ലോ, അതൊന്ന് തിളച്ച് വറ്റി വരുമ്പോഴത്തേക്കിന് കാബേജ് തോരൻ വയ്ക്കാം. ഇനി അതിൻ്റെ ഇടയ്ക്ക് പാത്രം കഴിവൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ പാത്രം കഴിവുന്നതൊന്നും അങ്ങനെ എടുത്തില്ല വീഡിയോ. പിന്നെ കുക്കറിൽ പാല് കാച്ചി വെച്ചിട്ടുണ്ട് വൈകിട്ടത്തേക്കിനുള്ളതും. പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് തണുത്തിട്ട് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. കാരണം അതിൽ നിന്ന് ഈ പാട എടുക്കാനേ അതിൻ്റെ നെയ്യ്. എന്നിട്ട് ഇച്ചിരി വൈകിട്ടത്തേക്കിന് അര കവറ് ബാക്കി ഉറയൊഴിക്കാൻ. ഇന്ന് ഞാൻ ഇച്ചിരി ഉഴുന്ന് പരിപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ആ ഉഴുന്ന് പരിപ്പ് മൂത്ത് വരുമ്പോഴേ നല്ല മണമാണ്. അപ്പം പോള് വന്ന് ചോദിച്ച് അത് മണം വന്നോണ്ടേ എന്തോ ഉണ്ടാക്കുമെന്ന്. ഞാൻ പറഞ്ഞു തോരൻ വെക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഒരു പ്രത്യേക മണം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന്. കാരണം അല്ലെങ്കിൽ തന്നെ അവനത് ചേർക്കുന്നത് ഇഷ്ടമല്ല. അറിയുന്ന ഉടനെ കുറേയും കൂടെ ഇനി സോക്കേഴളാവും. അതുകൊണ്ട് അറിയാതിരിക്കുമ്പം കഴിക്കുമ്പം കുഴപ്പമില്ലല്ലേ. മീൻകറി വറ്റി വന്നായിരുന്നു. ഞാനതിൽ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒഴിച്ചിട്ടുണ്ട്. ഇനി തണുക്കുന്ന ഉടനെ കുറേയും കൂടെ അങ്ങ് കുറുകും. വൈകുന്നേരമൊക്കെ ആകുമ്പം ചട്ടിയിൽ ഇങ്ങനെ പറ്റിയിരിക്കും. ഇങ്ങനെ നമ്മൾ പറയും അപ്പം പോലായെന്ന് പറയും. കാരണം അത്രയ്ക്ക് ആ ചട്ടിയിൽ നിന്ന് ആ ഗ്രേവിയൊക്കെ അങ്ങ് കുറുകിയിരിക്കും. ഇവിടെ ഇച്ചിരി ചാറ് വേണം പിള്ളേർക്ക് ചോറിൽ ഒഴിക്കാനേ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് തേങ്ങ ഞാൻ ഇതിൽ നിന്നാണ് ഇച്ചിരി എടുത്ത് നമ്മുടെ പയറുകറിക്ക് ചേർത്തത്. പിന്നെ തോരനോടായാൽ പിന്നെ ഉച്ചക്കത്തെ കറികളെല്ലാം പിന്നെ എനിക്കൊന്ന് പോയി കുളിക്കണം. മീനൊക്കെ വെട്ടിയതല്ലേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവൾ വരും, അനു വരും. അപ്പോൾ അവൾ വന്നിട്ടേ എനിക്ക് കുളിക്കാൻ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്നതിന് അവൾ വന്നാൽ ഒക്കത്തില്ലല്ലേ. അപ്പോൾ ഞാൻ ഫോൺ ചെയ്ത് അവളെ എന്തിയേ എവിടാന്ന്. അപ്പോൾ പറഞ്ഞു ആൻറ്റി ഇച്ചിരി ഞാൻ ലേറ്റാവും, ഞാൻ കഴിക്കുവാന്ന്. അവൾ അവനിവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് അവൾ ചപ്പാത്തി കൊണ്ടുവരും ഉച്ചയ്ക്ക്. അപ്പോൾ അവന് കൊണ്ടുവരുന്നതിൻ്റെ കൂടെ അവൻ കഴിക്കുന്ന ഉടനെ ഇവളും കഴിക്കാനുള്ളത് കൊണ്ടുവരും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പോയി കുളിക്കാൻ പോവാ, നീ ഇച്ചിരി കഴിഞ്ഞ് വന്നാൽ മതിയെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.